കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം 4 മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭയോടുകൂടി കത്തുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ള പാവുമുണ്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ണൻ്റെ കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ നട തുറന്ന സമയത്ത് ഈ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഈ സച്ചിദാനന്ദ കട്ടയുടെ ഈ രൂപം കണ്ട് ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ സോപാനപ്പടിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങി. ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ നമ്മുടെ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ. ആ രൂപം, ആ സച്ചിദാനന്ദ കട്ടയുടെ, ആ പൊന്നുണ്ണിയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ കുടിയിരുത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ളപ്പാവമുണ്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് ആ പുഞ്ചിരി തൂകുന്ന ആ കണ്ണൻ്റല്ലോ, ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണോളൂ. എല്ലാവരും നമസ്കരിച്ചോളൂ. ആ കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ സ്നേഹത്തോടുകൂടി, ആ ഭക്തിയോടുകൂടി കണ്ണാ, എൻ്റെ പൊന്നുണ്ണി കണ്ണാ, കണ്ണനെ ഒന്ന് വിളിച്ചു നോക്കൂ. ആ കണ്ണൻ ഓടി നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അതുറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി, സ്നേഹത്തോടു കൂടി എല്ലാവരും ജപിച്ചോളൂ. നാരായണ 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 നാരായണ. ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ. എപ്പോഴും ജപിക്കാവുന്നതാണ്. ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം. അച്യുതാനന്ദ ഗോവിന്ദ നാമത്രയ മന്ത്രം എന്നാണ് പറയാം. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകും. ഈ മന്ത്രം നിത്യവും ഉപാസനാരൂപത്തിൽ നമ്മുടെ ചിട്ടയിൽ അത് ഉൾപ്പെടുത്തുക. നിത്യ ഉപാസന നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.